ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ അമ്പലത്തിലൊക്കെ ഒന്ന് പോവാട്ടോ. നമുക്ക് തീർത്ഥാടനം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ആകെ നമ്മൾ 2 അമ്പലത്തിലേ പോകുന്നുള്ളൂ. എവിടേക്കാണ് പോകുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഞാനും അമ്മയും കൂടെ പേരൂർ പോകാൻ പോവാട്ടോ. കാരണം എന്തോ പൂജയോ എന്താണ്ടുണ്ട്. അത് അവളുടെ പേര്, ഞാനുവിൻ്റെ പേരിലാട്ടാ. വായന, കർക്കിടക മാസത്തിലെ വായന. ഇന്ന് തിരുവാതിരയാ നക്ഷത്രം. കലണ്ടറിൽ ഇന്നാണ് തിരുവാതിര. നമ്മൾ അമ്പലത്തിൽ പോകാൻ പോവുകയാണ്. അപ്പോൾ ഞാനും അമ്മയും പേരുക്കാവിൽ പോകാൻ പോവാ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ 8:30 ഇറങ്ങണമെന്ന് വിചാരിച്ച പേരുക്കാവ്. അല്ല, 8 മണിക്ക്. അമ്മ എന്നോട് ഇന്നലെ രാത്രി കിടക്കാൻ നേരത്ത് പറഞ്ഞ് 8 മണിക്ക് എഴുന്നേക്ക്, 8:30 ആകുമ്പോൾ പേരൂര് പോകാമെന്ന്. എനിക്കറിയായിരുന്നു 8:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ഉറക്കമില്ലേ. പിന്നെ നമ്മളെ ഇപ്പം 8:37 കുഴപ്പമില്ല, അമ്മയല്ല 10 പോകും. ഇവിടുത്തെ റോഡ് ശരിയാക്കി ഗൈസ്, സൂപ്പറാക്കി. ഇപ്പം കാണിച്ചു തരാം റോഡ്. ഈ ടേണിങ്ങിന്ന് അങ്ങോട്ടായിരുന്നു മൊത്തം ബ്ലബ്ലായിട്ട് കിടന്നിരുന്നത്. ഇപ്പോൾ കണ്ട ഫുള്ള് അടിപൊളി വീതിയാക്കി കേട്ടോ റോഡ്. 2 വർഷം കൊണ്ട് കുളമായിട്ട് കിടന്ന റോഡ് ഇപ്പോഴാണ് ശരിയാക്കിയത്. മഴ പെയ്തപ്പം ശരിയായി. അമൃത വിദ്യാലയത്തിലെ ബസ് പോകുന്നു. ഇന്നൊരു വർക്കിംഗ് ഡേ ആ. ഇന്ന് ഏത് ദിവസമാ? തേഴ്സ്ഡേയോ? ഇന്ന് ഫ്രൈഡേ. ഡേ പോലും അറിയാൻ വയ്യാത്ത കുട്ടി. ഞാൻ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ഡേ ഒന്നും അറിയത്തില്ല. അമൃത വിദ്യാലയത്തിലെ ബസ്സാണ്. ഇവിടുന്ന് സിമ്പിളാ പേരുക്കാവിൽ പോവാൻ. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു അമ്പലമാണ് പേരുക്കാവിൽ പോകാൻ പറ്റുന്നത്. നമ്മൾ അമ്പലത്തിലെത്തി, വായന നടക്കുന്നു. കണ്ടോ, രാവിലെ ഒരു മഴയുടെ എന്തോ ഇത്. നമ്മളിവിടെ തൊഴുവാൻ നേരത്ത് ഏതൊരു അനക്കം കേട്ട് നോക്കിയപ്പോൾ ദേ നിൽക്കുന്നു നമ്മുടെ പേരൂർ ശിവൻ. പേരൂർ ശിവന് പഴം വേണം, പാപ്പം വേണം. പാപ്പം നമ്മുടെ ഇല്ല കൊടുക്കാൻ. അപ്പം നമ്മളെ മാടി മാടി വിളിക്കുന്നു വരാൻ വേണ്ടിയിട്ട്, വന്ന് പാപ്പം തരാൻ. ചങ്ങല ഇട്ടേക്കോ ഗൈസ്, ഓടിയൊന്നും വരത്തില്ല. കണ്ടാ വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ വായിക്കുന്ന അങ്കിൾമാർക്ക് ദക്ഷിണ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊരു അങ്കിളും ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് ആ അങ്കിൾ അവിടെ ഇല്ലായിരുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ അമ്മ ആ അങ്കിളിന് വേണ്ടിയിട്ടുള്ള ദക്ഷിണ ആ മറ്റേ അങ്കിളുടെ തന്നെ കൊടുത്തു. അപ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ട് വായിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ വണ്ടി ഓടിച്ച് നടന്ന് ചുമ്മാ, ഞാൻ മെയിൻ റോഡിലൊറ്റൊന്നും അമ്മ എന്നെ ഇറക്കത്തില്ല. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു റോഡ് പോലത്തെയൊക്കെ ചുമ്മാ എടുത്തോണ്ടൊന്ന് പോകും കേട്ടോ. വെറുതെ ഒന്ന് ഓടിച്ച് നോക്കണതാ. പിന്നെ എൻ്റെ സൗണ്ട് ഇച്ചിരി മൂക്കടന്നിരിക്കും കേട്ടോ, അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് അങ്ങോട്ട് ക്ലിയർ ആവാത്തത്. പറയുന്നത് അങ്ങോട്ട് ക്ലിയർ ആവാത്ത അങ്ങനെ കേട്ടോ, മൂക്കടഞ്ഞിരിക്കുകയാണ്. ഇവിടെ കണ്ട തോടാണ് കേട്ടോ. ഇവിടെ നല്ല വയലുകളാണ്. തിരിച്ചു വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും 2 സൈഡിൽ നല്ല വയലാണ് കേട്ടോ. ഇവിടെ വലിയ മഴയൊന്നുമില്ല, എന്നാലും നല്ല രസമാണ് കാണാൻ. 2 സൈഡും കാണാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി. സോ അങ്ങനെ നമ്മൾ പേരൂരിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. എന്നിട്ട് നമ്മളിപ്പോൾ എവിടെയാണ് പോകാൻ പോകുന്നത്? കൊട്ടാരക്കരയിലോട്ടാണ് പോകാൻ പോകുന്നത്. കൊട്ടാരക്കര ഗണപതി അമ്പലം. ഗൈസ്, അനു നല്ല ചെടി. അപ്പോൾ നമ്മളിന്ന് കൊട്ടാരക്കരയിൽ പോകുമ്പോൾ നമ്മളിവിടെ ഇവിടുന്ന് 4 പേരും, പിന്നെ അവിടുന്ന് കാത്തു ചേച്ചി, ഗീതാൻ്റെയും അതിരിപ്പൊന്നും ആയിരുന്നു കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് വർക്കിംഗ് ഡേ അല്ലേ. ആ വീട്ടിൽ സ്കൂളിൽ പോയി. നമ്മൾ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലേക്ക് ഒന്ന് പോകണം കേട്ടോ. ഒത്തിരി നാളെ അവിടെ പോയി. അങ്ങനെ നമ്മൾ ഇറങ്ങിയിരിക്കുന്നു. ഫ്രണ്ടിൽ അമ്മ, അനു, ഇവിടെ ചുറ്റുമുന്നാൻ. ഹായ് ചുച്ചു. ഹായ് പറ. ഹായ്. എന്തുണ്ട്, സുഖമാണോ?
എന്നെ നോക്കിയല്ലേ, ക്യാമറ നോക്ക്. സുഖമാ. എവിടെ പോന്നിപ്പോ? ഗണപതി അമ്പലത്തില്. എന്തോ ഗൈസ്, അദ്രിവന് മുട്ട അടിച്ചതിന് ശേഷം വ്ളോഗിലൊന്നും കണ്ടിട്ടില്ലല്ലേ? ഹായ് പറ. അതിന് മുട്ട അടിച്ചതിന് ശേഷം കാറി കയറാനുള്ള ഇതിനാ കിടന്ന് കരഞ്ഞത്. ഇരുത്തൊക്കെ കണ്ടില്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ അതിന് മുട്ട അടിച്ചതിന് ശേഷം ഫസ്റ്റ് വ്ളോഗാണ്. അതിന് പൊൻ അഭിനയമായിരുന്നല്ലേ? പിന്നെ സിംഗം. അതിരി പൊന്നിന്റെ വെള്ളം, പിന്നെ അതിരി പൊന്നിന്റെ പാപ്പം. അങ്ങനെ നമ്മൾ വന്നു. ഇവിടെ കുറെ കളിപ്പാട്ടങ്ങളിൽ ഇരിക്കുന്നു. അമ്പലത്തിലോട്ടാണ് കേട്ടോ വന്നത് ഗൈസ്. അതിരി പൊന്ന് ഇച്ചിരി നേരം എന്നെ മടി കിടന്നുറങ്ങി, പിന്നെ ഇപ്പൊ എഴുന്നേറ്റ് കേട്ടോ. അമ്മ എന്ത് സനുവിന്റെ ഡൗട്ട് എന്തുവാ പറയടേ? പണ്ട് അമ്മുമ്മയുടെയോ അമ്മയുടെയോ ആരുടെയോ ഒരാളുടെ ചെരുപ്പ് ഇവിടുന്ന് മോഷണം പോയിട്ടുണ്ട്. അപ്പൊ അനുവിന്റെ ചെരുപ്പ് മോഷണം പോവെന്നാണ് അനുവിന്റെ ഡൗട്ട്. കാരണം അവര് തേങ്ങയൊക്കെ മേടിച്ചിട്ട്. തേങ്ങയാണോടിയത്? തേങ്ങയാണോ? അമ്മുമ്മ തേങ്ങ മേടിച്ചു. ഗൈസ്, ആര് വന്നു? കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ ആര് വന്നു? കുട്ടു വന്നു. ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര മഴ. നമ്മള് തേങ്ങയൊക്കെ ഉടച്ച് പിന്നെ തൊഴുതിട്ട് ഇറങ്ങി കേട്ടോ. ഭയങ്കര മഴ. പൊന്നിന് ഉറക്കം. ചൂടുണ്ണിയപ്പ പിടി കൂടെ ജാട ഇടാം. അങ്ങോട്ട് നോക്ക്, ക്യാമറ നോക്ക്. ക്ലിയർ റിജക്ഷൻ. അയ്യോ, എനിക്ക് തന്നത് ഇല്ല. റിജക്ട് ചെയ്തു. 5 നിനക്കെന്നെ ഇഷ്ടമല്ലേ? അല്ലേടാ, അതിന് പൊൻ എന്റെ പൊന്ന് ഗൈസ്. ഇപ്പൊ എന്നെ അവന് വേണ്ട, അനുവിനെ ഇപ്പൊ ഇഷ്ടം. അനുവിനെ മതി. അതിലേക്ക് എന്റെ പൊന്നി 5 ചേച്ചി എടുക്കാം. ബാ ബാ. 5 ഇപ്പൊ കരയും. 5 എടുക്കാം. ടാറ്റ പോവാം ബാ. അങ്ങനെ നമ്മൾ തൊഴുതു, ഫുള്ള് അമ്പലം അടച്ചു. എന്നിട്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്.
അതിരി ഉറങ്ങി. ഇവർ ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഉണ്ണി മത്സരം തീറ്റിയുടെ കോർഡിനേറ്റർ. ഇവൻ ഉറങ്ങി. ഉണ്ണിയപ്പം നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ ഉണ്ണിയപ്പം ടേസ്റ്റ് ഉണ്ട്. ഉണ്ണിയപ്പം കഴിച്ചതിന് ശേഷം എനിക്ക് അനുവിനെ അങ്ങ് ദാഹിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഞാനും അനുവും കൂടെ കാറിൽ പോയിരുന്നു. അപ്പോഴത്തേക്കും ഇവർ മൂന്നുപേരും കൂടെ പോയി ഫുഡ് കഴിച്ചു കേട്ടോ. അവിടെ ചോറുണ്ടായിരുന്നു. ചോറും രസം, ചമ്മന്തി, വേറെ എന്തൊക്കെയോ കറികളുണ്ടായിരുന്നു. ഇത് കുട്ടച്ചേച്ചിയുടെ ഫോണിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അമ്മയും കുട്ടച്ചേച്ചി അതിരി ഇച്ചിരി കഴിച്ചു ചോറൊക്കെ. അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. പക്ഷെ ഇവർ വീഡിയോ എടുത്ത് വെച്ചിരുന്നത്. എന്തായാലും ചോറൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ നേരെ പത്മ കഫേയിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചിരിച്ചേടാ. ഇതിന്റെ മണ്ടയ്ക്ക് ഹാർട്ട് കോളേജ്. ചിരി ചിരിച്ചേ. അവരങ്ങ് കടിച്ചമർത്തി. ചേച്ചിന്ന് വിളിച്ചേ. ചേച്ചിന്ന് വിളിക്കുന്നത് ഞങ്ങളെ. ഡീന്നാ വിളിക്കുന്നത്. ചേച്ചിന്ന് വിളിച്ചേ. ചേച്ചിന്ന് അങ്ങനെ നമ്മൾ അതിരിയെ എണീപ്പിച്ച് പത്മ കഫേയിലോട്ട് വന്നു. ഇവര് ചോറ് കഴിച്ചു ഗൈസ്. ഇവര് ചോറ് കഴിച്ചു. ഇവര് മൂന്നുപേര് അമ്പലത്തിൽ നിന്ന്. അപ്പം നമുക്ക് പത്മ കഫേയിലോട്ട് ഫുഡ് കഴിക്കാൻ വന്നു. ഇനി കാത്തുവെച്ച് ഗീതാൻ്റെയും കൂടെ വരും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഗൈസ്. അപ്പം നമ്മൾ ചോറ് ഫുഡ് കഴിക്കാൻ വേണ്ടി കഫേയിലോട്ട് കയറി. പക്ഷേ 2 പേരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഗീതാൻ്റി കാത്തിരിച്ചവർ ക്യാൻറ്റീനിൽ പോയപ്പോൾ വരും. കണ്ട അഭിനയം കള്ളക്കരച്ചില്ല അതിനിടെ. ഇതാരെന്ന് അറിയാമോ ഈ ഇരിക്കുന്ന അഭിനയ സിംഗം? ഇതാരും മൈൻഡില്ല. ഇപ്പൊ എന്നെ വേണ്ട, ഇപ്പൊ അനുവിനെ വേണം. അതെ, വെയിറ്റ് ചെയ്യുക. ഇതിപ്പന്നെ കണ്ടേ എങ്ങനെ കണ്ടേ? ഞങ്ങൾ 3 പേരെ ഇരുന്നോളൂ. അവരിപ്പോൾ വരും ഗൈസ്. ഇപ്പം അവന് തന്നെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ്റെ ജീവനാണ് ഈ ചോറും പരിപ്പും പപ്പടം എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സിൽ അവന് വാട്ടർമെലനാണ് കേട്ടോ അവൻ്റെ ഫേവറേറ്റ്. കുരു ഒന്നും ഇല്ലാതെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ തന്നെ വാരി കഴിച്ചോളും. അപ്പം വേണ്ട അനു ഇപ്പോൾ പപ്പടം വാരി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പപ്പടം അനു വാരി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനും അമ്മയും അനുവും കുട്ടച്ചേച്ചിയും കൂടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആദ്യം വാഴയിൽ അതിനകത്തോട്ട് പപ്പടം അവർ കൊണ്ടുവച്ചു. പിന്നെ നല്ല കുത്തരിച്ചോറ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഇത്. അതുപോലത്തെ ആ ചോറ് ആവശ്യത്തിന് നമുക്ക് ഇട്ട് തരും. നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ താരമായിട്ടുള്ള പരിപ്പാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അമ്മൂമ്മ തന്നെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബീട്രൂട്ടിൻ്റെ പച്ചടിയാണോ തക്കാളി പച്ചടിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കാരണം നമ്മൾ ഫ്രൈഡേ ആണ് പോയത് കൊട്ടാരക്കര. ഇപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല കറികൾ എന്തൊക്കെയായിരുന്നു. പിന്നെ അവിയലുണ്ടായിരുന്നു, പിന്നെ തോരനുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ ക്യാബേജും വൻപയർ തോരനായിരുന്നു. ഇത് സാദാ പയറും വേറെ എന്താണ്ടും കൂടെ ഒരു തോരനാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇത്രയും കറികൾ ആദ്യം വന്നു. പിന്നെ നമുക്ക് വേണ്ട വെള്ള നാരങ്ങ അച്ചാർ വന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ കൊണ്ടാട്ടമുളക് വന്നു. പിന്നെ സൈഡിലായിട്ട് ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മുടെ തേങ്ങ ചമ്മന്തി തന്നെ. അങ്ങനെ അമ്മയും പരിപ്പും പപ്പടവും ചോറും ഒക്കെ ഇട്ടിട്ട് ചോറ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗീതാൻ്റെയും കാത്തുചേച്ചി നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു അവർ വന്നിട്ട് അവർക്ക് വിളമ്പിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്ര പേരും കൂടെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ഉണ്ടായിരുന്നത് പായസമായിരുന്നു. പായസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു വ്ളോഗിൽ. ഡെയിലി വേറെ ഏതെങ്കിലുമൊക്കെ വെറൈറ്റി ടൈപ്പ് ഓഫ് പായസമാണ് കേട്ടോ. പായസം ഉണ്ടായിരുന്നു, പച്ചമോരുണ്ടായിരുന്നു, അത്ര ഉണ്ടായിരുന്നു. അപ്പോൾ പായസം ഇപ്രാവശ്യം നമുക്ക് ഉണ്ടായിരുന്നത് ഗോതമ്പിൻ്റെ പായസമായിരുന്നു കേട്ടോ. നല്ല മധുരമായിരുന്നു.
പിന്നെ അമ്മൂമ്മയും അമ്മയൊക്കെ ഡയബറ്റിക് പേഷ്യൻസ് ആയതുകൊണ്ട് അവരുടെയൊക്കെ പായസം ഞാൻ കഴിക്കേണ്ടി വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ ഇന്നത്തെ ഊണെന്ന് പറയുന്നത് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു എല്ലാത്തിനും. അങ്ങനെ നമ്മൾ ചോറ് കുറച്ചായിട്ടൊക്കെ കഴിച്ചതിന് ശേഷം കാത്തു ചേച്ചിയും ഗീതാൻ്റെയും അപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ക്യാൻറ്റീനിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വന്നതാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും അവരെ കണ്ടപ്പോഴത്തേക്കും അതിരിക്ക് പിന്നെ അവരുടെ അടുത്ത് പോകണമെന്നായി. പിന്നെ കണ്ടോ അതിരി ഭയങ്കര ടെററാണ് ഗൈസ്. അങ്ങനെ അതുകൊണ്ട് അങ്ങ് ഗീതാൻ്റെ ഇരിപ്പുണ്ട്. അങ്ങനെ അവർക്കുള്ള ഇലയും വിളമ്പി അവർ ചോറൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ കുട്ടച്ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നു. കുറെ കഴിഞ്ഞൊരു 4 മണി കഴിഞ്ഞപ്പോ ഇവിടുത്തെ താരം വന്നു. സെന്റ് മേരി സ്കൂളിൽ പഠിക്കുന്ന കുവന്തിക വന്നു. കുവന്തിക യൂണിഫോമിലൊക്കെ നിൽക്കുക. ഇപ്പൊ പോയി കുളിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളെ കുട്ടേച്ചിയുടെ വീട്ടിൽ നിന്ന് നേരെ നമ്മൾ ദിവ്യ ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നു കേട്ടോ. ദേണ്ടിരിക്കുന്നു ഗൈസ് ദിവ്യ ചേച്ചി അറിഞ്ഞില്ലെന്ന് തോന്നി ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. എന്തായാലും ദിവ്യ ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നു. സ്റ്റിച്ച് ചെയ്ത് ഇതൊക്കെയാണ് തുണി മേടിക്കാനൊക്കെ വന്നു കേട്ടോ. പിന്നെ വേണ്ട കാച്ചു ചേച്ചിയും അതിരിപ്പൊന്നും ഭയങ്കര കളിയാണ് ഇവിടെ ഇരുന്ന്. അപ്പോഴത്തേക്കും എൻ്റെ കാതൊക്കെ അങ്ങ് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. കമ്മൽ ഭയങ്കര വെയിറ്റ് ആയിരുന്നു. കാണുമ്പോൾ അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഭയങ്കര വെയിറ്റ് ആയിരുന്നു. അങ്ങനെ കമ്മലൊക്കെ ഊരി വെച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ദിവ്യ ചേച്ചിയുടെ മുഖം ഞാൻ അറിയാതെ പോലും കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചേച്ചി സമ്മതിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് കൂട്ടത്തി ചേച്ചിയുടെ വീട്ടിൽ പോവാ. എന്നിട്ട് നമ്മൾ അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വീട്ടിൽ പോകും. ഇതിരിപ്പൊന്ന് ഇതുവരെ ഉറങ്ങിയിട്ടില്ല. രാവിലെ ഇച്ചിരി നേരം അമ്പലത്തിൽ ഇരുന്ന് ഉറങ്ങിയതാണ്. പിന്നെ അങ്ങ് ഫുൾ കളി ഓട്ടം. ഇവിടെ ഫുൾ ഓട്ടമായിരുന്നു. ഓ എൻ്റെ പൊന്നോ, മുട്ടയടിച്ചപ്പോൾ ഇച്ചിരിയേ ഉള്ളു കാണാൻ. പക്ഷെ നോക്ക് അതിന് പൊന്നി അഞ്ജുന്ന് വിളിക്കും കേട്ടോ. അഞ്ജു ചേച്ചി അങ്ങനല്ല, അഞ്ജു ചേച്ചി അനു ചേച്ചി എല്ലാം ഒന്നും എല്ലാം ഒരണക്കിരിക്കെങ്കിലും പക്ഷെ നമ്മളത് ഊഹിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ആക്കി എൻ്റെ കൈ കമ്മലുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം കുട്ടാചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് കാണിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ കുട്ടാചേച്ചിയുടെ വീട്ടിൽ വീണ്ടും വന്നു കേട്ടോ. അങ്ങനെ കുട്ടാചേച്ചി സ്പെഷ്യലായിട്ട് കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഉള്ളിച്ചമ്മന്തി ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു, അതുപോലെ ഏത്തക്കപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ കപ്പയും ഉള്ളിച്ചമ്മന്തി. അങ്ങനെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയതാണ് ഗൈസ്. അവസാനം നമ്മളെല്ലാവരും ഇവിടെ എല്ലാം വട്ടത്തിൽ ഇരുന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചു. അപ്പോഴത്തേക്കും അവന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ട്യൂഷന് പോയേക്കുമായിരുന്നു ഞങ്ങൾ ദിവ്യ ചേച്ചിയുടെ വീട്ടിൽ പോയ സമയത്ത്. അപ്പം ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ അവളൂടെ തിരിച്ച് വന്നിട്ടോ. പിന്നെ അതിൻ്റെ വീണ്ടും അവൾ തിരിച്ച് പോവും ട്യൂഷന്. അങ്ങനെ നമ്മൾ അവസാനം ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയുക അല്ലേ കുമാ. നമ്മൾ ചീനിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ പോയ. അവന്തി ട്യൂഷനിൽ നിന്ന് വന്നതാ, ട്യൂഷൻ പഠിച്ചോണ്ടിരിക്കുക. 5 മണി മുതൽ 8:30 വരെ ഉണ്ട് ട്യൂഷൻ അവന്തിക്ക്. ഇപ്പം ഞങ്ങൾ പോന്നോണ്ട് പെട്ടെന്ന് വന്നത് അവിടുന്ന് തൊട്ടപ്പുറത്താണ്. അപ്പം ഞങ്ങൾ പോയി കഴിയുമ്പോൾ ഇവള് വീണ്ടും ട്യൂഷന് പോകും. നിങ്ങൾ പോകുകയാണോ? ഒന്ന് പോയി തരാമോ? ഇതൊരു ഐറ്റമായത്. അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കൊട്ടാരക്കര വന്ന കൂട്ടല്ലേ, ഇന്ന് കുറച്ച് നമ്മൾ നേരത്തെ ഇറങ്ങി. കാത്തു ചേച്ചിയും ഗീതാൻ്റെയും കൂടെ സ്കൂട്ടറിലാട്ടോ വരുന്നത്. കാരണം അവര് സ്കൂട്ടറിലാണ് വന്നത്, നമ്മൾ ഇത്ര പേരുടെ കാറിലാണ് വന്നത്. അപ്പൊ നമ്മള് പോവാ വീട്ടിലോട്ട്. ഒന്നും അയക്കത്തില്ല ഫോട്ടോ. കുമാർ ടാറ്റ ബാക്ക് ട്യൂഷൻ. നീ എവിടെ പോന്ന? അതിരി എവിടെ പോവാ? വീട്ടിൽ പോവാ പറ. വീട്ടിൽ പോവാന്ന് പറ അതിരി. സ്നേഹപ്രകടനം
ഞങ്ങൾ ദുബായി പോവാ. ഓക്കെ ബൈ. ഓസ്കാർ ബൈ. അടുത്ത ആഴ്ച വരത്തില്ലേ? പോണേ ട്യൂഷന്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ കൊട്ടാരക്കരയൊക്കെ പോയി. നമ്മൾ അമ്പലത്തിൽ പോയി, പിന്നെ കുട്ടൻ സിസ്റ്ററെ വീട്ടിൽ പോയി, ദിവ്യ ചേച്ചിയുടെ വീട്ടിൽ പോയി, വീണ്ടും കുട്ടൻ സിസ്റ്ററെ വീട്ടിൽ പോയി, പിന്നെ നമ്മുടെ വീട്ടിലോട്ട് വന്നു. ഇന്നല്ല, സത്യത്തിൽ ഇന്നലെയാണ് ഇന്ത്യ പോയി, ഇന്ത്യ PM മറന്നുപോയി. അമ്മ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നു. ഓക്കെ ഗൈസ്, അമ്മ ബിസി വിത്ത് കരയോഗം തിങ്സ്. കരയോഗത്തിലെ കുറച്ച് കാര്യങ്ങളായിട്ട് അമ്മ തിരക്കിൽ ഏർപ്പെട്ടു. എന്താണ് ഇരുന്ന് എഴുതുന്നു. എനിവേയ്സ്, നമ്മുടെ കൊട്ടാരക്കര ബ്ലോഗ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇത് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയില്ല. അതിന് മുന്നേ എനിക്ക് അറിയാമായിരുന്നു അതിൻ്റെ പേരിലെന്ന്. ഇവൾ ജിമ്മിന് പോവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു. അതെ, അപ്പം എനിവേയ്സ്, നമ്മുടെ കൊട്ടാരക്കര ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ അമ്മ എവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ അനദർ വ്ലോഗ്. ബൈ. എന്തിനാണ് തളിക്കുന്നേ? പയ്യെ പറ. 1 2 3 ഒന്നുമില്ല. അലിക്കുട്ടി ബായ് പറ. ബൈ.